ഇതിപ്പോൾ കുറച്ച് മുൻപ് നടന്ന യോഗത്തിൽ ദിലീപ് പറഞ്ഞതുപോലെ ഈ മാസം 8-ന് മുൻപ്, ഇത് 2 ദിവസത്തിന് മുൻപ് സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. അങ്ങനെ ആക്കിയാൽ തന്നെയും ഇതിന്റെ തുടർന്നുള്ള നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ്, ആ ഭൂപ്രകൃതി പരിഗണിച്ചുള്ള നിർമ്മാണമല്ല നടക്കുന്നതെന്ന നാട്ടുകാരുടെ വാദം. അത് ഇനി നടക്കുന്ന പരിശോധനകളിൽ വ്യക്തമായി അവരെ കൂടി കേൾക്കണം. അവരുടെ പരാതികൾ എന്താണെന്നുള്ളതിൽ ആഴത്തിൽ തന്നെ പരിശോധനകൾ വേണം. നമുക്ക് ഓർമ്മയുണ്ടാകും, ഈ കൊല്ലത്തെ ദേശീയപാത അപകടം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ മലപ്പുറത്ത് നിന്ന് വന്ന കാഴ്ചകൾ ഞെട്ടിപ്പോയതാണ്. ഇതേ പിഴവ് തന്നെയായിരുന്നു മലപ്പുറം കൂരിയാട് സംഭവിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഭാരം താങ്ങാനുള്ള ശേഷിയില്ലാതെ അടിത്തറ തകരുകയായിരുന്നു. കൃത്യമായ സുരക്ഷാ പരിശോധനയും അന്ന് നടന്നില്ല. കൂരിയാട്ട് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ആശങ്ക ശക്തമാണ്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അർച്ചന രവീന്ദ്രൻ ചേരുകയാണ്. അർച്ചന, കൂരിയാട്ടിൽ നിന്ന് അന്നുണ്ടായ ആ സംഭവത്തെ ഓർക്കുമ്പോൾ തന്നെ അന്നും ഇതുപോലെ തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണ്. നേരത്തെ നടന്നപ്പോൾ ആ സംഭവത്തിൽ പിന്നീട് എന്തുണ്ടായി, എന്ത് നടപടികൾ ഉണ്ടായി എന്നുള്ളത്. കൂരിയാട് പിന്നീട് എന്താണ് സംഭവിച്ചത് അർച്ചന? രോഷിനി, കൂരിയാട്ടുണ്ടായ സംഭവത്തിന്റെ സമാന സംഭവം തന്നെയാണ് കൊല്ലത്തും ഇന്നലെ ഉണ്ടായത് എന്നുള്ളത്. അതായത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് ഇത്തരത്തിൽ ദേശീയപാതയുടെ പണികൾ അല്ലെങ്കിൽ വികസനം നടക്കുന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. കാര്യം നമുക്കറിയാം, കഴിഞ്ഞ 6 മാസം മുമ്പാണ് ഈ കൂരിയാട്ട് വലിയൊരു അപകടം തലനാറിഴയ്ക്കാണ് ആളുകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അതായത് ആ സമയങ്ങളിൽ ഒരുപാട് വാഹനങ്ങളടക്കം ഈ വഴി യാത്ര ചെയ്തിരുന്നു. പക്ഷേ അവരെല്ലാവരും വലിയ ഞെട്ടലോട് കൂടിയാണ് ആ അപകടത്തെ നോക്കിക്കണം. കാരണം അത്രത്തോളം വലിയൊരു അപകടം, അത്രത്തോളം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ആ മണ്ണ് താഴേക്ക് പതിക്കും. ഒപ്പം തന്നെ വയലിലേക്കും അതുപോലെ തന്നെ സർവീസ് റോഡിലേക്കും വലിയ മൺതിട്ടകളായിരുന്നു ഇങ്ങനെ കുതിച്ച് പൊന്തിയത്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തലനാരിക്ക് വേണമെന്ന് പറയാത്തതിൽ വലിയൊരു അപകടം തന്നെ നടന്നു. എന്തായാലും ഇവിടെയുള്ള ആളുകളുടെ ആശങ്ക ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അടക്കം ഇവരുടെ മുന്നിലുണ്ട്. എന്തായാലും ഇവിടെയുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചറിയുന്നു. ചേട്ടാ, ആ ഒരു ആശങ്ക ഇപ്പോഴും ഉണ്ടാവും അല്ലേ? തീർച്ചയായും ഉണ്ട്. കാരണം നമുക്ക് പറഞ്ഞ കൂരിയാടുണ്ടായ അപകടം തന്നെ നമ്മൾക്ക് ഇതിന് സമാനമായിട്ട് ഇപ്പോൾ കൊല്ലത്തും നടന്നിട്ടുള്ളത്. നമ്മൾ ഈ സർവീസ് റോഡ് ജർമ്മൻ ടെക്നോളജിയിലാണ് ഇവിടെ നിന്ന് കെട്ടിപ്പൊന്തിച്ച് കൊണ്ടുപോയ മണ്ണ് കൂട്ടിയിട്ട് പോയ ഭാഗം ഉണ്ടായിരുന്നത്. അത് ഈ റോഡിലേക്ക്, സർവീസ് റോഡിലേക്കാണ് കംപ്ലീറ്റ് കയറിയിട്ട് വണ്ടികളൊക്കെ ഈ ഭാഗം കുടുങ്ങിയിരുന്നത്. ഇതേ സമയമായിട്ടാണ് ഇപ്പോൾ കൊല്ലത്ത് നടന്നിട്ടുള്ളത്. നിങ്ങൾ ആ ഫോട്ടോസ് രണ്ടും എടുത്ത് നോക്കിയിട്ടെങ്കിൽ തന്നെ കാണാം, അറിയാൻ കഴിയും. ഇതിനെക്കാട്ടും വലിയ അപകടങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾക്കറിയാം, കൂരിയാടുണ്ടായ അപകടം തന്നെ ആകെ 400 മീറ്ററാണ് ഇവിടെ ഇപ്പോൾ ബ്രിഡ്ജ് നിർമ്മിച്ച് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം നിൽക്കുന്ന ഏരിയയാണ്. ഈ 400 ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട്. അതിൽ പൊളിഞ്ഞ ഭാഗം മാത്രമാണ് 400 മീറ്റർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുന്നത്. ഇതിനോട് സമാനമായിക്കൊണ്ട് തന്നെ നമുക്കറിയാം, ഇവിടുന്ന് കുറഞ്ഞ ദൂരം പോയിട്ടുണ്ടെങ്കിൽ 3 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ വലിയപറമ്പ്, അതുപോലെ തന്നെ അരീത്തോട്, ഈ തലപ്പാറിൻ്റെ ഇടയിലായിട്ട് 2 വിള്ളൽ ഇതിൻ്റെ മുന്നേ കണ്ടു. അന്ന് കംപ്ലീറ്റ് പറഞ്ഞു, കൂരിയാടിന് സമാനമായിക്കൊണ്ട് നമ്മളിതൊന്നായിട്ട് ചാനലേര് ഒന്നായിട്ട് പൊന്തിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതല്ല സത്യം. ഇത് അവർ വർക്കിലുണ്ടായ അപാകത നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്ക് അവർ പറയുന്നത് അതൊന്നും ഇല്ല എന്നാണ് നമ്മളോട് പറയുന്നത്. സത്യമായിട്ട് ഇതൊരു പേടി സ്വപ്നമാണ്. കൃത്യമായൊരു പഠനം നടത്തിയിരുന്നെങ്കിൽ ഇന്നലെ കൊല്ലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. തീർച്ചയായും നമ്മളതിന് ഇതിൻ്റെ DPRO കാര്യങ്ങളോ ഒരു കുട്ടികൾക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കിട്ടാനില്ല. ഇവിടെയുള്ള നമുക്കറിയാം, ദേശീയപാതയിൽ തന്നെ NH 66 കടന്നു പോകുന്ന ബ്രിഡ്ജ് 1.5 ഏകദേശം ഒരു 150 മീറ്റർ അപ്പുറം നിർമ്മിച്ചത് കൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ. കൂരിയാട്ട് നിന്നുള്ള ജനങ്ങളാണ് ഇപ്പോഴും പ്രതികരിക്കുന്നത്. അവരുടെ ആശങ്കകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴും മുൻപ് നടന്ന സംഭവങ്ങളെ കൂടി നമ്മൾ ഓർത്തെടുക്കുകയാണ്.